വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് തറക്കല്ലിട്ടു. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഒരുമയോടെ മുന്നേറാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസത്തിന് സാമ്പത്തിക ഞെരുക്കം ബാധകമാവില്ല. കേന്ദ്രം ഒന്നും തന്നില്ല, എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയും ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി നാം ഏറ്റെടുത്തത് നമ്മുടെ നാട് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്താണ്. ആ കാര്യത്തിൽ വലിയ സ്രോതസ് എന്ന നിലക്ക് നാം പ്രതീക്ഷിച്ചത് കേന്ദ്ര സഹായമായിരുന്നു. നിർഭാഗ്യവശാൽ ആ വഴിക്ക് ഇതേവരെ ഒന്നും ലഭിച്ചില്ല. ഇനി എന്താണ് ലഭിക്കുക എന്നത് പഴയ അനുഭവം വെച്ച് പ്രതീക്ഷിക്കാനും കഴിയാത്ത അവസ്ഥ. കിട്ടിയത് വായ്പാ രൂപത്തിലുള്ള തീർത്തും അപര്യാപ്തമായ തുകയാണ്. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കും. അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹാസന്ദേശം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്തുകൊണ്ട്. ആന്റണി, വയനാട് പുനരധിവാസത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു പുനരധിവാസം എന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നീണ്ട 8 മാസങ്ങൾക്ക് ശേഷം സംസ്ഥാന സർക്കാർ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതിയായ ടൗൺഷിപ്പിന്റെ ആദ്യ ചുവട് വെച്ചിരിക്കുകയാണ്. അതിൽ ഇന്ന് ടൗൺഷിപ്പിന് തറക്കല്ലിടൽ നിർവഹിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൽപ്പറ്റ ബൈപ്പാസിന് സമീപമുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഈ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചത്. 64 ഹെക്ടർ ഭൂമിയാണ് ഇതിനായി ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെയാണ് 1000 ചതുരശ്ര അടിയിൽ 7 സെന്റിൽ 402 കുടുംബങ്ങൾക്കായുള്ള വീടുകൾ ഒരുങ്ങുന്നത്. ഏതായാലും വലിയ ഒരു ഒരുമയുടെ ചടങ്ങായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട് ദുരന്തത്തിൽ കേരളം ഒന്നിച്ചു നിന്നതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഒരുമയുടെ വിജയമാണ് ഇന്ന് കണ്ടത് എന്നുള്ളതാണ് പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത്. ചരിത്രം ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ വയനാട് പുനരധിവാസത്തെ അടയാളപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരുമ ഈ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഒരു ശക്തിക്കും തങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. അതിനിടയിൽ കേന്ദ്ര സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം വയനാട് പുനരധിവാസത്തിന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഇനിയൊന്നും അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഇനിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രമല്ല ഇനി ഈ ഒരു തരത്തിലുമുള്ള സാമ്പത്തിക പ്രതിസന്ധിയും തങ്ങളെ ബാധിക്കില്ല, വയനാട് പുനരധിവാസത്തെ ബാധിക്കില്ല, ഈ പദ്ധതി പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്താണ് ആ പ്രസംഗം അവസാനിപ്പിച്ചത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതുപോലെ തന്നെ മന്ത്രിമാർ, വയനാടിൻ്റെ MP പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരും ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദുരന്ത ബാധിതരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും 64 ഹെക്ടറിൽ 7 സെന്റാണ് ഓരോരുത്തർക്കുമായി നൽകുക. അവർക്ക് 1000 ചതുരശ്ര അടിയുള്ള വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത്. അതിൽ 402 കുടുംബങ്ങളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് കടന്നിരിക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് തറക്കല്ലിടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജോർജ്.